നമസ്കാരം. കെ രാഗേഷിന്റെയും എം ജയരാജന്റെയും ഒക്കെ പ്ലാനുകൾ പൊളിഞ്ഞ് പാളീസായി ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പയ്യന്നൂര് എൻ്റെ അച്ഛൻ്റെ ജന്മനാടല്ല, അച്ഛൻ്റെ നാടാണ്. എൻ്റെ പൂർവികരൊക്കെ അവിടെയായിരുന്നു. അവിടെ ധാരാളം കണക്ഷൻസ് എനിക്കുണ്ട്. ഇതേക്കുറിച്ചുള്ള സംഭാഷണങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പയ്യന്നൂരിൽ ഇതുപോലെ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. ഇതിനിടയ്ക്ക് കെ രാഗേഷ് ഒരു കാര്യം പറഞ്ഞു, ഈ രക്തസാക്ഷിയായ ധനരാജിന്റെ കേസ് നടത്താൻ എത്രയോ ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന്. പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഒക്കെ കേസ് വാദിച്ചാൽ പിരിച്ചു വേണം അവർക്ക് ശമ്പളം കൊടുക്കാൻ, സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. ഇങ്ങനെ കെ രാഗേഷിനെ പോലെ മുൻ MP ആയിരുന്നു, സെക്രട്ടറിയാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, ലോകപരിചയമുള്ള ആളാണ്. ഇത്തരം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ തന്നെ വിളിച്ചു പോകുന്നത് നാണക്കേട് തന്നെയാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന് പാർട്ടിയിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച്, പുറത്താക്കി എന്ന് വിചാരിച്ച് അയാൾ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലാതാകുന്നില്ല. ഇയാൾക്ക് ഇപ്പോൾ ജനപിന്തുണ ഓരോ നിമിഷവും ഏറി വരികയാണ് എന്നുള്ളതാണ് സത്യം. ഇയാൾക്ക് ജനപിന്തുണ ഏറി വരുന്നത് കൊണ്ട് ഇയാൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ പാർട്ടി ആഹ്വാനം ചെയ്തിരുന്നു. അത് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ട് ആഹ്വാനം ചെയ്തതാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ സഖാക്കളൊക്കെ തന്നെ, അതായത് യഥാർത്ഥ സഖാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ ഇയാൾക്ക് അനുകൂലമായിട്ട്, വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു വ്യാപകമായി. മാത്രമല്ല, ഇത് പ്രശ്നമാകും എന്ന് കണ്ടുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ഒക്കെ മീറ്റിംഗ് വെച്ചിട്ട് 90% ആളുകളും ചെന്നില്ല. ഒരു ഏരിയ കമ്മിറ്റിയിൽ ആകെ 3 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടായ്മ CPM-ൽ സഖാക്കൾ അവിടെ രൂപീകൃതമാകുന്നു എന്നത് ശരിക്കും ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അത് കൂടുകയാണ്. കാരണം ഇയാൾ പറയുന്ന, ഇയാളുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ അറിയാം, കണക്കുകൾ വ്യക്തമായിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. കൃത്യം ആണ്ട് മാസം തീയതി കണക്കാക്കി, ചെക്ക് വിഡ്രോ ചെയ്ത ഡേറ്റ് വരെ കണക്കാക്കി, ചെക്ക് സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പണം പോയത് വരെ കണക്കാക്കിക്കൊണ്ട് കൃത്യമായി ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ. അതിനിടയ്ക്ക് ഇയാൾ വ്യക്തിവിരോധം തീർക്കുകയാണ്, ഇയാൾ കോടിയേരിയെ ചീത്ത വിളിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ തടയിടാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല. സഖാക്കൾ ഏതാണ്ട് പൂർണ്ണമായി, യഥാർത്ഥ സഖാക്കൾ ഏതാണ്ട് പൂർണ്ണമായി വി കുഞ്ഞികൃഷ്ണൻ ഒപ്പം തന്നെയാണ് എന്ന് ഓരോ നിമിഷവും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ സഖാക്കൾ, കാരണം ഇതിനു മുൻപും കാലാകാലങ്ങളായി രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ധാരാളം പിരിവുകളും ഒക്കെ തന്നെ പയ്യന്നൂരിൽ മാത്രമല്ല വിവിധയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എത്രയോ രക്തസാക്ഷികളുണ്ട് CPM-ന്. അവരുടെയൊക്കെ പേരിൽ തന്നെ കുടുംബ ധനസഹായ ഫണ്ട്, കേസ് നടത്താനുള്ള ഫണ്ടൊക്കെ പിരിച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകും എന്നാണ് സഖാക്കൾ പറയുന്നത്. അതായത് CPM-നെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു CPM പ്രവർത്തകർ. CPM-നെ അകറ്റാൻ തുടങ്ങിയിരിക്കുന്നു. CPM-ന്റെ തോന്നിയാസവും ആ തോന്നിയാസം കാണിച്ചിട്ട് ഇരുന്ന് നാണമില്ലാതെ ന്യായീകരിച്ച് മെഴുകുന്നവരെയും ഒക്കെ തന്നെ മാറ്റി നിർത്താൻ തുടങ്ങിയിരിക്കുന്നു, ഓടിച്ചു വിടാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഒരു വലിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കണ്ണൂരിൽ കാരണമായി എന്നതാണ് സത്യം. ഇത് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ്, സംശയമില്ല. CPM എന്ന പാർട്ടി ഇല്ലാതാകുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പാവപ്പെട്ട മരണപ്പെട്ട ഒരുത്തന്റെ രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിച്ചു. അത് വളരെ വികാരപരമായിട്ടാണ് സഖാക്കൾ അതിനെ സമീപിക്കുന്നത്. CPM പ്രവർത്തകർ, ഒരു മരണപ്പെട്ട വ്യക്തി, ഒരു ചെറുപ്പക്കാരന്റെ, അയാളുടെ കുഞ്ഞിനെ ദേശാഭിമാനിയിൽ കമഴ്ത്തി കിടത്തി ഫോട്ടോ എടുത്ത് പണം പിരിച്ചിട്ട്, പൊതുജനങ്ങൾക്കിടയിൽ പോലും നടന്ന് പണം പിരിച്ചിട്ട് ഇത്തരം വൃത്തികേടുകളും ചെറ്റത്തരങ്ങളും കാണിക്കുന്നവരെ ഒഴിവാക്കാതെ, അവരെ മറുത്തു പറയാതെ, അവരെ തള്ളിപ്പറയാതെ, അവരെ അംഗീകരിച്ചുകൊണ്ട് സത്യം പറഞ്ഞവനെ ക്രൂശിക്കുന്ന, തൂക്കിലേറ്റുന്ന CPM-ന്റെ ഈ നയം വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അത് മറ്റ് ജില്ലകളിലേക്കും പടരും. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമായി കഴിഞ്ഞു.